ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പി എസ് സിയുടെ ഷുവർ ടോപ്പിക്കായിട്ടുള്ള ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 റിവോൾട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 1857 കലാപത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 കലാപമാണ്. 1857 കലാപമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 മെയ് 10 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. ഓക്കെ, 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ടൈപ്പ് മിസ്റ്റേക്കാണ്, ഡൽഹിയാണ്. 1857 വിപ്ലവത്തിൽ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? ഡൽഹി. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് എന്നാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. ഇനി കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. ഓക്കെ, അപ്പോൾ നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പ്രധാന കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചതാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം. മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് കാരണം. ഓക്കെ, ഇനി 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ അല്ലെങ്കിൽ 1857 വിപ്ലവ സമയത്തെ മുഗൾ ഭരണാധികാരി ആര്? ചോദിച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ അല്ലെങ്കിൽ 1857 വിപ്ലവ സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്. ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ ആയിരുന്നു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. ഇനി 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പാമേഴ്സ്റ്റൺ. ആരാണ്? പാമേഴ്സ്റ്റൺ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാമേഴ്സ്റ്റൺ. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആര്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. ചോദിച്ചിട്ടുണ്ട്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ്. 1857 കലാപത്തെ തുടർന്ന് കലാപകാരികൾ ഡൽഹിയിലെ ചക്രവർത്തിയായി അവരോധിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. 1857 കലാപത്തെ തുടർന്ന് കലാപകാരികൾ ഡൽഹിയിലെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെയാണ്. 1857 കലാപത്തെ തുടർന്ന് കലാപകാരികൾ ഡൽഹിയിലെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചത്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ വധിക്കപ്പെട്ട വർഷം 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെ വധിക്കപ്പെട്ട വർഷം 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. മംഗൾ പാണ്ഡെ വധിക്കപ്പെട്ട വർഷം 1857 ഏപ്രിൽ 8. മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. ഓക്കെ,
ഇനി ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? സത്താറ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഖുദിറാം ബോസ്. 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ്? ഹ്യൂഗ് റോസ്. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം ചോദിച്ചിട്ടുണ്ട്. 1858 1857 വിപ്ലവം നടന്നത്. തൊട്ടടുത്ത വർഷമാണ് ഝാൻസി റാണി വധിക്കപ്പെട്ടത്. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം 1858. ഓക്കെ. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂഗ് റോസ്. ഇനി ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1857 വിപ്ലവത്തിലെ പ്രധാന സ്ഥലങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തവർ. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ഈ ഭാഗത്തുനിന്ന് PSC ചോദിക്കാറുള്ളതാണ്. അപ്പോൾ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബും അതേപോലെ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന താന്തിയ തോപ്പിയുമുണ്ട്. ഓക്കെ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് രണ്ടുപേരാണ്, ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ബക്ത് ഖാനും. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ബക്ത് ഖാനും. മീററ്റിൽ നേതൃത്വം നൽകിയത് കദം സിംഗ് ആണ്. 1857 വിപ്ലവത്തിന് മീററ്റിൽ നേതൃത്വം നൽകിയത് കദം സിംഗ്. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആണ്. ഒന്നുകൂടി, കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്, ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ബക്ത് ഖാനും, മീററ്റിൽ കദം സിംഗ്, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, മധുരയിൽ നേതൃത്വം നൽകിയത് ദേവി സിംഗ്. ഓക്കെ. ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു. ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ. ഝാൻസിയിലും ഗോളിയോറിലും നേതൃത്വം നൽകിയത് ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലും ഗോളിയോറിലും നേതൃത്വം നൽകിയത് ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. ബീഹാറിലും ജഗദീഷ്പൂരിലും നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ബീഹാറിലും ജഗദീഷ്പൂരിലും നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ലക്നൌവിൽ PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹൽ. അതേപോലെ ആഗ്രയിലും നേതൃത്വം നൽകിയതും ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിലും ആഗ്രയിലും അവധിലും, ലക്നൗ, ആഗ്ര, അവധ് എന്നീ സ്ഥലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ബറൗത്ത് പർഗാനയിൽ നേതൃത്വം നൽകിയത് ഷാമാൽ. ബറൗത്ത് പർഗാനയിൽ നേതൃത്വം നൽകിയത് ഷാമാൽ. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ. ഝാൻസിയിലും ഗോളിയോറിലും ഝാൻസി റാണി ലക്ഷ്മിബായി. ബീഹാറിലും ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. ലക്നൌവിൽ നേതൃത്വം നൽകിയതും ആഗ്രയിൽ നേതൃത്വം നൽകിയതും ബീഗം ഹസ്രത്ത് മഹൽ. ബറൗത്ത് പർഗാനയിൽ ഷാമാൾ. അങ്ങനെ 1857 വിപ്ലവം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ബഹദൂർ ഷാ സഫറിനെ റങ്കൂണിലോട്ട്, മ്യാൻമറിലെ റങ്കൂണിലോട്ട് നാടുകടത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഓക്കെ. അതിനുശേഷം 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരപ്രകാരം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം പൂർണ്ണമായും അവസാനിക്കപ്പെട്ടു. 1857 വിപ്ലവം പരാജയമായിരുന്നെങ്കിലും 1857 വിപ്ലവത്തിൻ്റെ ഫലമായി 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരപ്രകാരം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം പൂർണ്ണമായിട്ടും അവസാനിക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരപ്രകാരമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായിട്ട് അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലായിരുന്നു
കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, അല്ലെങ്കിൽ 1857 വിപ്ലവത്തെ സമയത്ത് ഗവർണർ ജനറൽ ആര് തന്നെയായിരുന്നു? കാനിങ് പ്രഭുവാണ്. അദ്ദേഹമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ആ രാജ്ഞിയുടെ വിളംബര പ്രകാരം പിന്നെ വൈസ്രോയി എന്ന പോസ്റ്റാണ് വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു ആയിരുന്നു. അവസാനത്തെ ഗവർണർ ജനറൽ അദ്ദേഹത്തെ തന്നെ വീണ്ടും വൈസ്രോയി ആക്കി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു. ഓക്കെ. ഇനി 1857 വിപ്ലവത്തെ വിശേഷണങ്ങളെ പറ്റി നോക്കാം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ചോദിച്ചിട്ടുള്ളതാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ. 1857 വിപ്ലവത്തെ സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ഏൾ സ്റ്റാൻലിയും ജോൺ സീലിയുമാണ്. സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ഏൾ സ്റ്റാൻലിയും, ബ്രിട്ടീഷുകാരായ ഏൾ സ്റ്റാൻലിയും ജോൺ സീലിയുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. സിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ഏൾ സ്റ്റാൻലിയും ജോൺ സീലിയും. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ഓക്കെ. 1857 കലാപം ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവും അല്ല എന്ന് പറഞ്ഞത് RC മജുംദാറാണ്. 1857 കലാപം ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ. ഇനി ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? PSC ചോദിക്കാറുള്ളതാണ്. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം VD സവർക്കറുടേതാണ്. അതേപോലെ ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം വില്യം ഡാൽറിംബിളിൻ്റെതാണ്. ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം വില്യം ഡാൽറിംബിളിൻ്റെതാണ്. ഓക്കെ. 1857 കലാപം ആദ്യത്തേതുമല്ല, ദേശീയവുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് RC മജുംദാറാണ്. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒരു ഇന്ത്യനുള്ള ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം VD സവർക്കറുടേതാണ്. ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം വില്യം ഡാൽറിംബിളിൻ്റെതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഉറപ്പായിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട SCERT ബേസ്ഡ് ക്ലാസ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.